ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജയൻ ചെന്ന് ദേവയാനിയോട് പറയുന്നുണ്ട്, നമ്മുടെ മോൻ ഭയങ്കര സങ്കടത്തിലാണ്, നീ ഇങ്ങനെ അവനെ അവഗണിക്കുന്നത് അവന് ഭയങ്കരമായ സങ്കടമാകുന്നുണ്ടെന്ന് പറയും. ഞാൻ അവഗണിക്കുന്നതുകൊണ്ട് അവന് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇപ്പോൾ അവന് സ്നേഹിക്കാനായിട്ട് അവൻ്റെ ഭാര്യയുണ്ട്, അവനൊരു കുഞ്ഞുണ്ട്, പിന്നെ എന്തിനാ അവനിങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കും. നീ അവനെ വെറുതെ തെറ്റിദ്ധരിക്കുകയല്ലേ, നയനമോൾ അവൻ്റെ ഭാര്യയാണ്, അവൾക്ക് പോലുമില്ല അവന് ഇങ്ങനെ സംശയം എന്ന് പറയും. അവളൊരു പാവമായതുകൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു പോകുന്നതല്ലേ, അല്ലാതെ ഉള്ളത് കാര്യം ഇതൊന്നും ആയിരിക്കുകയല്ലോ എന്ന് പറയും. നമ്മുടെ മോൻ കള്ളം പറയില്ലെന്ന് നിനക്കറിയത്തില്ലെന്ന് ചോദിക്കും. ഞാനത് അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, ഇത്രയും നാൾ നമ്മുടെ മോൻ ആരുടെയും മുമ്പിൽ കള്ളം പറയാറില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ അവൻ പറയുമെന്നും മനസ്സിലായെന്ന് പറയും. എന്തൊക്കെ പറഞ്ഞിട്ടും ദേവയാനിയെ അങ്ങോട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ജയന്. അന്നേരം ജയൻ പറയും, നീ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആ ചന്തുമോളോട് ഇങ്ങനെ അവഗണന കാണിക്കരുത്, ഒരു കൊച്ചു കുട്ടിയല്ലേ എന്ന് ചോദിക്കും. എനിക്ക് ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ചന്തുമോളോട് ഞാൻ സ്നേഹത്തോടെ പെരുമാറിയിരുന്നുമാണ്, പക്ഷേ അത് ഇവൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞതിൽ പിന്നെ എനിക്ക് അവനോട് ഇഷ്ടപ്പെടാനേ സാധിക്കുന്നില്ല എന്ന് പറയും. എന്നാലും ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് തന്നെയാണ് ജയൻ പറഞ്ഞു കൊടുക്കുന്നത്. അവനോട് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അവനോട് പറ, അവൻ നിരപരാധിയാണെന്നുള്ള കാര്യം തെളിയിക്കാൻ എന്ന് പറയും. എന്നെ പറയും, അത് അവൻ തെളിയിക്കുക തന്നെ ചെയ്യുമെന്ന് പറയും. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അവനോടും ചന്തുമോളോട് സ്നേഹം കാണിക്കത്തുള്ളെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തന്നെ ദേവയാനി ഇറങ്ങി അങ്ങ് പോവുകയാണ്. ജയനാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അഭിയും നവിയാണ്. അഭി നവിയം കൊണ്ട് പുറത്തൊക്കെ ചുറ്റാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നവിയുടെ ഒരു പ്രീതിയൊക്കെ പിടിച്ചു പറ്റണമല്ലോ അതിന് വേണ്ടി. അന്നേരത്തേന് ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്ത് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്നാലും നമ്മളുടെ വീട്ടിൽ ആ കുഞ്ഞുള്ളത് നിനക്കൊരു പ്രശ്നമായി തീരും, നമ്മുടെ കുഞ്ഞ് രണ്ടാം തരക്കാരനായി പോകുന്ന ലക്ഷണമുണ്ടെന്നൊക്കെ പറയും. അതെന്താ, നമ്മുടെ കുഞ്ഞല്ലേ ശരിക്കും ആ വീട്ടിലെ കൊച്ചുമകൻ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അതൊക്കെ കാര്യം ശരിയായിരിക്കും, പക്ഷേ നമ്മുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞ് കയറി വന്നത്, അതുകൊണ്ട് എല്ലാവരും അതിനെയാണ് താലോലിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. എന്നാലും നമ്മുടെ കുഞ്ഞിനെ താലോലിക്കാതിരിക്കത്തില്ല എന്നൊക്കെ നവ്യ പറയും. അതൊക്കെ നീ വേണ്ട പോലെ ചെയ്യാൻ. എന്തായാലും ആ ചന്തുമോളെന്ന് പറഞ്ഞ കൊച്ചിനെ ഞാൻ അടുപ്പിക്കത്തേ ഇല്ല, മൈൻഡത്തില്ല, പിന്നെ നമ്മുടെ കുഞ്ഞിനെ അത് താലോലിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ലെന്ന് പറയും. അതൊക്കെ കാര്യം നല്ല കാര്യം തന്നെയാണ്. എന്നാലും നയനയേടത്തിയാണ് ഭയങ്കരമായിട്ട് മാറിപ്പോയത്. ആ കുഞ്ഞിനെ ഒക്കെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് അറിയത്തില്ല, സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് നയനടുത്ത് എന്നെയും കൊണ്ട് നടക്കുന്നതൊക്കെ പറയും. അവൾ എന്തായാലും അങ്ങനെ തന്നെയാണ്, നേരത്തെ തൊട്ടേ എന്ത് കാര്യമുണ്ടെങ്കിലും അവൾ അങ്ങ് സഹിക്കും. പിന്നെ അവൾ എന്തിൻ്റെയും പേരിൽ അങ്ങ് തിരിച്ച് വീട്ടിലോട്ട് വന്നാൽ അച്ഛൻ അതൊക്കെ ഭയങ്കര സങ്കടമാകുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും അവൾ ഇതൊക്കെ സഹിച്ച് അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് നവ്യ ശരിക്കും അങ്ങ് പിരികേറ്റി ഒരു വഴിക്കാക്കി എന്നുള്ള സന്തോഷത്തിലാണ് ആഫി ഇരുന്ന് ഇങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിൻ്റെ ട്രെയിനറായ ആ SI സാറിനെയാണ്. പുള്ളിക്കാരൻ അടിച്ച് ഫിറ്റായിട്ട് വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. ആ സമയത്ത് നന്ദു ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് ചെന്നിട്ട് അയാളെ ഇട്ടിത്തിട്ട് അങ്ങ് അടിക്കുകയാണ്. ഒരുപാട് അടി കൊടുക്കുന്നുണ്ട്, കൈയൊക്കെ പിടിച്ച് ഒടുക്കി വരെ ചെയ്യുന്നുണ്ട്. സാറും ശരിക്കും തിരിച്ചും 2-3 കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടിച്ച് താഴെ ഇട്ടിട്ട് കൈയും ശരിയാക്കിയിട്ട് ഇവരെ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അന്നേരം കൂട്ടുകാരി കൂടെ നിൽപ്പുണ്ട് കേട്ടോ. കൂട്ടുകാരി എന്നിട്ട് അത് ഒളിഞ്ഞ് നിന്ന് നോക്കുന്നുണ്ട്. വാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് അവരുടനെ അവിടെ നിന്ന് രക്ഷപ്പെടും. നയനയോട് നന്ദു ഇത് വിളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു. നയനെ അത് എന്ന് ആദർശിനോട് പറയുന്നുണ്ട്. അവളെ ഒരുപാട് നാളായിട്ട് ദ്രോഹിക്കുന്ന ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു, എന്തോ പ്രശ്നം അയാൾക്കുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവളെ അങ്ങനെ ഉപദ്രവിക്കത്തില്ലായിരുന്നു, ഇന്ന് എന്തായാലും അയാൾക്ക് കണക്കിന് കൊടുത്തെന്ന് പറയും. അയാളെ എടുത്ത് തല്ലിയോ എന്ന് ചോദിക്കും. നേരിട്ട് തല്ലിയൊന്നുമില്ല എന്ന് പറയും. ഇരുട്ടടി കൊടുത്തോന്ന് ചോദിക്കും. കൊടുത്തിട്ടുണ്ട്, ശരിക്കും കൊടുത്ത, അയാളെ കൈയും കാലും ഒക്കെ ഒടിച്ചെന്നാണ് പറയുന്നത് കേട്ടെന്ന് പറയും. അതെന്തായാലും നന്നായി, അവളെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ, ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് പോയി കാണാം, അത് കഴിയുമ്പോഴത്തേന് മുത്തശ്ശനെ കൊണ്ടുവന്ന് റെക്കമെൻഡ് ചെയ്യിക്കുകയും കൂടെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ആദർശ്. അതൊക്കെ ആവശ്യം വേണ്ടി വരുമായിരിക്കും എന്ന് പറയും. എന്തായാലും ഇതൊന്നും അനിയോട് പറയാൻ നിൽക്കണ്ട എന്ന് നന്ദുവിൻ്റെ കാര്യമൊന്നും പറയരുതെന്നും ആദർശ് നയനോട് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കും. അല്ല, ഇതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേന് അവളോട് അങ്ങ് ആരാധന കൂടിപ്പോയാലോ, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യമൊന്നും പറയണ്ട, ഇപ്പോൾ അനാമികയെ ഒന്ന് ഉപദേശിക്കാമെന്ന് വെച്ചാലും അവളെ പിടിതരുന്നേ ഇല്ല, അവളങ്ങ് വെഴുതി പൊയ്ക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയും. അത് ശരി, അവളൊന്ന് നിന്നിട്ട് വേണമല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, അതുകൊണ്ട് അതൊക്കെ അങ്ങനെ പോകട്ടെ എന്ന് ഇവരും അങ്ങ് പറയുകയാണ്. അടിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന നന്ദും കൂട്ടുകാരിയും കൂടെ സംസാരിക്കുമ്പോഴത്തേനും നന്ദു പറയുന്നുണ്ട്, എൻ്റെ കഴുത്തിനൊക്കെ ശരിക്കും വേദനയുണ്ട്, അങ്ങോട്ട് 2-3 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും 2-3 എനിക്കും കൂടെ കിട്ടിയായിരുന്നു, അതിൻ്റെ വേദനയുണ്ടെന്ന് പറയും. എന്തായാലും നിൻ്റെ അടി നന്നായിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ കൂട്ടുകാരി പറയുന്നുണ്ട്. ഇതൊരു ട്രെയിനിങ് ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത്, കുറേ നാളായില്ലേ അയാൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്, അയാളുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് പറയും. പക്ഷേ എന്തോ പ്രശ്നം അയാൾക്ക് നിന്നോടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഇങ്ങനെയൊക്കെ അയാൾ ദ്രോഹിച്ചെന്ന് പറയും.
ഇനിയിപ്പോൾ എന്തായാലും പെൺപിള്ളേരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം അയാൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയും. നാളെ എന്തായാലും അയാൾ വരുമായിരിക്കും, അന്നേരം കാണാം ബാക്കി എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട്, അനന്തപുരിയിൽ എന്തോ പ്രശ്നമുണ്ട്, ഇവിടെ വന്നപ്പം തൊട്ട് എല്ലാവരും ഒളിഞ്ഞും പാത്തും ഓരോന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പറയും. ശരിയാണ്, ജലജയാണ് എന്തോ കുത്തും കോളും ഒക്കെ വെച്ച് സംസാരിക്കുകയും ചെയ്തു എന്ന് പറയും. ആ സമയത്ത് അങ്ങോട്ട് നവ്യ കയറി വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല, അവിയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അവിയുടെ സ്വഭാവം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം അവിടെയുള്ള ബാക്കി 2 കൊച്ചുമക്കളാണ് പ്രശ്നക്കാർ, അവരുടെ കയ്യിൽ നിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറയും. എന്നാലും നിന്നോട് എന്തെങ്കിലും അഭി പറഞ്ഞാലെന്ന് നിൽക്കും. ഒന്നും പറഞ്ഞൊന്നുമില്ല എന്ന് പറയും. അഭിമോൻ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറയും. അത് പ്രശ്നം എങ്ങനെ ഉണ്ടാകാതിരിക്കുന്നത്, അതുപോലത്തെ പ്രവൃത്തിയല്ലേ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടേ നവ്യ പറയുന്നുണ്ട്. നീ എന്തോ അറിഞ്ഞ പോലാണല്ലോ സംസാരിക്കുന്നതെന്ന് ഉടനെ ഗോവിന്ദൻ പറയും. അഭിമോന് പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിലാണ് കനക പറയുന്നത്. നയന മോള് ശരിക്കും സന്തോഷവതിയാണല്ലോ എന്ന് പറയും. അവൾ അങ്ങനെയൊക്കെ അല്ലേ ചെയ്യത്തുള്ളൂ എന്ന് പറയും. അത് കഴിയുമ്പോഴത്തേന് ആ സമയത്ത് തന്നെ നന്ദു അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. മോളെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ നന്ദുവും തിരക്കുന്നുണ്ട്. അന്നേരം ഉടനെ തന്നെ വിശേഷമൊക്കെ തിരക്കിയിട്ട് നവ്യ ഫോണ് കനകയുടെ കൈ കൊടുക്കും. കനക അപ്പം ചോദിക്കുന്നുണ്ട്, മോളെ നിനക്കവിടെ സുഖമല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കും, നയന മോള് നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ, അഭിമോൻ എന്തെങ്കിലും ആദർശ് മോൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്താ പറയുക, എന്നോടൊന്നും പറഞ്ഞില്ലമ്മേ, വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നയനേച്ചി എന്നോട് പറഞ്ഞേനല്ലോ എന്ന് പറയും. അല്ല, നയനെ മോൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അഭിമോൻ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എന്നാൽ പിന്നെ സാരമില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ കയ്യിലോട്ട് കൊടുക്കും. ഗോവിന്ദന് ഉടനെ ഫുഡൊക്കെ കഴിച്ചോ, നല്ലതായിട്ട് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാച്ചാ, ഇവിടുത്തെ ക്യാൻറ്റീൻ ഫുഡല്ലേ, അതൊക്കെ ബുദ്ധിമുട്ടാന്ന് പറയും. അതൊന്നും പറ്റത്തില്ല മോള്, നല്ലതായിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയും. പിന്നെ അനിയായിട്ട് സംസാരം ഒന്നും ഇല്ലല്ലോ, വിളിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല അച്ഛാ, വിളിക്കുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന നന്ദുവിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.